ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് കാലമായി ഞാൻ ചാനലിലേക്കൊക്കെ വന്നിട്ട്. നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇപ്പം എന്താ പഴയ അതുകൊണ്ട് തന്നെ ചാനലിൽ വരാത്തതുകൊണ്ട് തന്നെ പഴയ ടച്ചൊന്നും കിട്ടുന്നില്ല. വല്ലാണ്ട് പറയാൻ അറിയുന്നില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറയണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയ സാന്താണ് ഇനി നമ്മുടെ ചാനലിൽ കൊണ്ടു കിടക്കുന്നത്. എവിടെ പോണേ കുഞ്ഞാറ്റെ? അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ശനിയാഴ്ച വന്നു. ഇത് ഞായറാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് പോയിട്ട് കാണാം കേട്ടോ. എവിടെ പോണേ? കാറ്റാറ്റ് പോവാ. ആരാ മുട്ട അടിച്ചെന്ന്? ആരാ മുട്ട അടിച്ചെന്ന്? ചേച്ചി ഞാനു മുട്ട അടിച്ചെന്ന്? ഞാനാണോ? ഞാനാണോ മുട്ട അടിച്ചെന്ന് കുട്ടിക്ക്? അമ്മ മുട്ട അടിച്ചെന്ന്? അവിടെ കുറെ ഉണ്ട്. ഞാൻ മറ്റേ പൊള്ളാച്ചി എന്താ പറയാ പുളിയമ്പെട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ടോ വർക്ക്. അപ്പോൾ അവിടെ ക്രഷറിന് വർക്കാം. അവിടെ തന്നെ ഞാൻ അവിടെ നിന്ന് വരുന്ന ദിവസം ഇന്നലെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് അരിനെല്ലിക്കുണ്ട്. ഒക്കെ മൂത്ത് നല്ലപോലെ നിൽക്കണത്. അവിടെ തന്നെ എപ്പോഴേലൊക്കെ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊഴിയുണ്ടായിരുന്നു. കൊമ്പൊക്കെ പൊട്ടാം. അതിൽ കൊമ്പൊക്കെ പൊട്ടാന്നാലും അത്ര അരിനെല്ലിക്ക കയ്യിലുണ്ടായിരുന്നു. കൊണ്ടുവരാൻ പറ്റിയില്ല. നല്ല പെട്ടെന്ന് ഉച്ചയ്ക്ക് ശേഷം വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ പോരുക ചെയ്തത്. പിള്ളേർക്ക് പിന്നെ വീട്ടിലുണ്ട് കേട്ടോ ഒരു അരിനെല്ലിക്ക. അതിലിങ്ങനെ അവിടത്തെ പോലെ ഒന്നും ഉണ്ടാവണില്ല, കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തുപ്പുണ്ടോ? ഇന്നലെ വന്നപ്പോ സാനു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സാനു ഞാൻ വരുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ തന്നെ എണീച്ചിട്ടൊക്കെ നിൽക്കണ്ടായിരുന്നു. വെറുതെ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഞാൻ മഴയത്തൂടെ ഓടിക്കയറി വന്നത്. അപ്പോൾ ഇന്നലെ വരുന്നത് ആദ്യം പറഞ്ഞിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ബസ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാൻ പോയിരിക്കുകയാണ് അവിടുത്തെ പിള്ളേരൊക്കെ കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഒന്ന് വിശ്വസിച്ചു തോന്നും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവൾക്കത് വിശ്വാസമൊക്കെ പോയി. കാരണം 1 മണിക്കൂറൊന്നും അവിടെ കടന്ന് കറങ്ങല. ആകെ 4-5 കിലോമീറ്റർ പൊള്ളാച്ചിക്കൊന്ന് പോവുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മനസ്സിലായപ്പോൾ ഞാനും പറഞ്ഞു അവളടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു, ഭയങ്കര മിസ്സിങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ വീഡിയോക്ക് വേണ്ടിയിട്ടാന്നൊക്കെ തോന്നുന്നത്. വെറും കാട്ടലാ വീഡിയോയിലെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ആ വീഡിയോ കാണുമല്ലോ. അപ്പൊ എന്നോട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കണോണ്ട്. കുട്ടികൾ കണ്ടില്ലേ? ഇത് നോക്കി ഇന്നലെ വന്നപ്പോ മുതൽ എന്റെ അടുത്ത് ഇങ്ങനെ ഒട്ടിട്ട് കിടക്കാം. സാധനം പറയും വേണ്ട. അപ്പോൾ അതിന് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കും. അവള് 4 വീട് അപ്പുറം തന്നെയാണല്ലോ. അപ്പോൾ ഇനി അവളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളൊന്ന് ജസ്റ്റ് എല്ലാവരും എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും കൂടിയിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് പുറത്തേക്ക് പോവാം. അച്ഛനും അമ്മമ്മയും പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും അനിയന്മാരുടെ കാര്യം ഉറപ്പൊന്നുമില്ല. അനിയന്മാര് പിന്നെ എന്താ പറയുക, അവരെപ്പോഴും അങ്ങനെ പുറത്തേക്ക് പോകണമല്ലേ. അപ്പം ഞാനും ഇവര് ജസ്റ്റ് ഒന്ന് വെറുതെ 2 ദിവസം ലീവിന് വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടുകാർക്ക് വെറുതെ ഒന്ന് പോവാ പുറത്തേക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്റെ യൂട്യൂബ് എടുക്കണേ ആകെ നെഗറ്റീവ് പറയുന്നതിന്റെ 2 അനിയന്മാരാണല്ലോ കേട്ടോ. വീഡിയോ എടുക്കണേനല്ലേ, അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് അവരുടേതായ കാര്യങ്ങൾ അവർ നമുക്ക് പറയണം. നമ്മളൊരു ചെവി കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ വിടുക, അത്രേ ഉള്ളൂ. നമ്മുടെ സന്തോഷം എന്താണോ അത് നമ്മൾ ചെയ്യാം അല്ലേ? പിന്നേ എന്ത് വിക്രസ് കാട്ടിയാലും അപ്പ ചേച്ചിക്കാട്ടോ പരാതി. അവള് വീണുവെച്ച് എന്താ ചെയ്തു വെച്ചാ അപ്പ ചേച്ചി പറഞ്ഞു. അത് പിന്നെ പഠിപ്പിച്ചിട്ടാട്ടോ. എന്തേലും പറഞ്ഞാ ചേച്ചി കാട്ടിയെന്ന് ചെറുപ്പത്തിൽ കാണിച്ചിപ്പോ ഞാനും ഇവര് ആട്ടയും ചക്കരട്ടോ. എന്ത് സ്നേഹിച്ചിട്ടാ ഇവര് തമ്മിൽ കാണാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാ. പിന്നെ കാണാണ്ടിരിക്കണ്ട അവള്. ചേച്ചിനെ കാണാണ്ടിരുന്ന അവള് ചേച്ചി അവിടെ ചോദിക്കണാളാ. ഇപ്പൊ നമ്മള് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടി പോവാ. ഓക്കെ, ബൈ. ഏട്ടന് സനുവിന്റെ ഡ്രസ് ആവൂട്ടോ. അതാ സനുവിന്റെ ഡ്രസ്സിന്റെ നോക്കി നോക്കിയത്. ആ ഡ്രസ്സിന്റെ അച്ഛൻ വന്ന സന്തോഷത്തില്. അതെ, ഏട്ടൻ പറഞ്ഞ അരിനെല്ലിക്കന്മാര് ഞാൻ കാട്ടിത്തരാട്ടോ. ഒരുപാട് അരിനെല്ലിക്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ കുഞ്ഞേതാ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നോട്ടൊന്ന് സൂം ചെയ്യേ. അതാ കാണുന്നില്ലേ? ഞാനത് എന്താ പറയുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ ആ ഒരു ഇൻഡ്യൂ മാർക്കോ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും.
ഒരുപാട് നിറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറച്ചെന്ന് പറയാം, ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയ കാരണം വല്ലാണ്ട് അങ്ങോട്ട് ഇല്ല. പക്ഷെ അത് ഒരുപാട് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഒരു 10-20 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും സുറുക്കിയൊക്കെ ആയിട്ട് ഇട്ട് വെച്ചാൽ അതാ നോക്കി നമ്മുടെ അടുത്തുള്ള ആട് തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ ആടാണ് കേട്ടോ. അത് അവിടേക്ക് എത്തി നോക്കണു. എന്താ ഈ പെണ്ണ് പറയണതെന്ന് നോക്കുക. എന്താട്ടാ വിളിച്ചപ്പോണേ. അപ്പം ഞങ്ങളിവിടെ ചെറുതുരുത്തിയുള്ളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോണത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച് വേറൊരു ഹോട്ടലിലേക്ക്. അയ്യോ എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ നാശം വെക്കും. ഇങ്ങോട്ടേക്ക് എങ്ങനെ ശബ്ദമാക്കണേ? ഓ ബാജാ എൻ്റെ ഭാഷേ അപ്പോൾ ഞങ്ങൾ ആദ്യം വേറൊരു ഹോട്ടലിലേക്ക് പോകാനാണ് വിചാരിച്ചത്. ഞങ്ങളോട് വോയിസ് പറയായിരുന്നു, ഇവിടെ സമ്മതിക്കില്ല തോന്നുന്നു. ബാപ്പ കഴിച്ചാ പോണ്. അപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് പാപ്പ കൊടുത്തിട്ട് വരാം. ഒരേപോലെ ഒന്നിച്ചിനൊക്കെ കുഞ്ഞാ നോക്കട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് ഓട്ടോറിക്ഷയ്ക്കാണ് പോണത്. അമ്മമ്മയും ഏട്ടൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും ഏട്ടനും സനും ബൈക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഗേറ്റിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റേനെ ഞാൻ ഓട്ടോറിക്ഷയിൽ അങ്ങനെ കയറ്റി വിടുകയാണ് ചെയ്തത്. ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം. നമ്മൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് ഇപ്പോൾ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ അപ്പം ചെന്ന് ഗേറ്റിൽ വിടും. നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമുക്ക് പതുക്കെ എത്തിയാൽ മതി. വെയിറ്റ് ചെയ്യാനൊക്കെ ഓക്കെ ആയ സമയത്താവുമ്പോൾ അങ്ങനെ ട്രെയിന് പോകുമ്പോൾ ഗേറ്റിൽ പെടുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് അർജൻറ്റായ സ്ഥലത്തേക്ക്, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ ഗേറ്റിൽ പെട്ടാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. അതോ ഒരു ട്രെയിന് മാത്രമല്ല, ചിലപ്പോൾ 2, 3, 4 ട്രെയിന് വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാനൊക്കെ ചില സമയങ്ങളിൽ 1 മണിക്കൂറോളം അങ്ങനെ ഗേറ്റിൽ പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ പേരെന്താ? സറ. ഞങ്ങളിത് അവിടെ ചെറുതുരുത്തി പാലത്തിനടുത്തുള്ള ഹംദി കുഴിമന്തിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഞങ്ങൾ എപ്പോഴും വരുന്നത് ഈ കടയിലേക്ക് തന്നെയാണ്. എന്തോ ഒരു തവണ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇവിടെ. ഇപ്പോഴത്തെ ഹോട്ടൽ ഇപ്പം എന്താ പറയുക, ക്ലീനിങ് ആയാലും അവിടുത്തെ അവർ സെർവ് ചെയ്യുന്ന രീതി ആയാലും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പിന്നെന്താ, ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചാൽ ഇഷ്ടം പോലെയാണ്. 2-3 പേർക്ക് കഴിക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങളിത് എല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. ദാരുണേട്ടനും അച്ഛനും മന്തി റൈസും പിന്നെന്താ അൽഫാമുമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഇതാ ഞാൻ മന്തി റൈസ് കൊടുത്തപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അതിലത്തെ അൽഫാമും അവൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അവൾ കഴിച്ചൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ആ സ്ഥാനത്ത് സനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അൽഫാം. അപ്പോൾ അവൾക്ക് ബിരിയാണി റൈസും അൽഫാമുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ അരിഞ്ഞേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ, നമ്മൾ അവിടുന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ഇവിടെ ഗൾഫിലാണ്. അപ്പോൾ നാട്ടിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് പ്രതീക്ഷിക്കാത്തൊരു പോക്കനെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഹാപ്പി മൂമെൻറ്റിൻ്റെ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.